നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് ടൈമിൽ കുറച്ച് ജോലികളൊക്കെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ എൻ്റെ ബാക്കി പണികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റുള്ള ഉടനെ മുടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ചായ കുടി എന്ന് പറയുന്നത്. നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ ഇന്ന് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്മാവിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്യാണ്. അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉഷാറാണ് കേട്ടോ ജോലി ചെയ്യാനൊക്കെ. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ ജോലികളൊക്കെ തീർക്കണം. ഇല്ലെങ്കിൽ ഫുള്ള് തൈടം മറിയും. അവർക്കൊരു ടൈമൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിന് കൃത്യമായിട്ട് പോകണം. ബസ്സൊക്കെ ആ ടൈമിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ജോലി ചെയ്തില്ലെങ്കിൽ എല്ലാം കട്ടാവും, എല്ലാം തൈടം മറിയും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും അറിയാൻ. എൻ്റെ മോള് ഇതുപോലെ അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആൾക്ക് 4 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അക്ഷരം പഠിക്കാൻ വീട്ടിനടുത്തൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. മോൾക്ക് 9:30 ആകുമ്പോൾ പോയാൽ മതി. പക്ഷേ ആ ടൈമിൽ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിപ്പിക്കണം. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കഴിപ്പിക്കുക എന്ന് പറയുന്നത്, നമുക്ക് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, പക്ഷേ കുട്ടികളെ കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അതെനിക്കും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിക്കും, കുറച്ച് കഴിക്കില്ല. ചിലപ്പോൾ കഴിച്ചിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും. ഇതൊക്കെയാണ് ആളുടെ പരിപാടി. അപ്പോൾ ഉപ്മാവ് ഞാനിവിടെ ക്യാരറ്റും കൊളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ബീൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ക്യാരറ്റ് വാവയ്ക്ക് ഇഷ്ടമാണ്. പച്ചയ്ക്ക് ഇഷ്ടം പോലെ ക്യാരറ്റ് കഴിക്കും. ഉപ്മാവിലിട്ടാലും കഴിക്കും. പക്ഷേ തോരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ ആൾ ക്യാരറ്റ് കഴിക്കില്ല. പച്ചയ്ക്ക് എത്ര വേണമെങ്കിലും കഴിക്കും. വാങ്ങിച്ച് വെച്ചാൽ മതി, ആൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ലാസ്റ്റ് ഉപ്മാവ് ഉണ്ടാക്കി തീയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലിട്ട് അടച്ച് വയ്ക്കും. എന്നിട്ട് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ബാഗിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പം അത് വാടി എന്തോ പോലെയായി. അപ്പോൾ ഞാനതൊരു ബോട്ടിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. അതൊന്ന് ഫ്രഷ് ആയതിന് ശേഷം വേറെ എന്തെങ്കിലും ബോട്ടിലൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് കുറച്ച് നല്ലൊരു ഹെൽത്തി ആവാനുണ്ട്. ഇപ്പോൾ അത് കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറിയിൽ വന്നിട്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാറില്ല. എന്തെന്ന് വെച്ചാൽ വാവ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൊതുകൊക്കെ അകത്ത് കയറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്തിടില്ല. വാവ എഴുന്നേറ്റതിന് ശേഷം ഞാൻ പിന്നെ ചെന്ന് അവിടെ ജനലൊക്കെ തുറന്ന് അതുപോലെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി ഒന്ന് നീറ്റാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പകുതി ജോലി കുറഞ്ഞതുപോലെ തോന്നും കേട്ടോ. റൂമൊക്കെ ഒന്ന് നല്ലൊരു നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ വാവേനെ പഠിക്കാൻ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്നു. വണ്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ വന്നിട്ട് കട്ടൻ ചായ ഇടുകയാണ് ഉപ്മാവിനോട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്മാവും കട്ടൻ ചായ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഇടുകയാണ്. പിന്നെ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു പുറത്ത്. അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കട്ടൻ ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിച്ചു. വാവയ്ക്ക് ക്ലാസ് 9:30 മുതൽ 12:30 വരെയാണ് കേട്ടോ. ഉച്ചവരെ ഉള്ളൂ. അക്ഷരം പഠിക്കാനാണ് കേട്ടോ പോകുന്നത്. മലയാള അക്ഷരം അതുപോലെ ABCD അങ്ങനെയൊക്കെ പഠിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഈ ഒരു ടൈമിലാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം സ്വസ്ഥതയായിട്ട് ഇരുന്നിട്ട് കഴിക്കാറുള്ളൂ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന പാത്രം അപ്പോൾ തന്നെ കഴുകുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിച്ചൺ കിടക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കഴുകാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കഴുകിയത്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാവ വന്നിട്ട് അത് ചെയ്താ ഇത് ചെയ്താ കാർട്ടൂൺ ഇട്ടതാ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വണ്ടി വെച്ചേക്കുന്ന അവിടെ ആൾക്ക് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് മാറ്റിത്താ, എനിക്ക് ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യത്തിന് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്തിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ അറിയായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര വാശിയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളെ വന്നിങ്ങനെ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ 12:30 മുന്നേ എനിക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം. 12:30 വാവേനെ വിളിക്കാൻ പോകണം.
അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് തുണികൾ അലക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അത് നമ്മുടെ സ്റ്റാൻഡിൽ പാത്രമൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മെയിൻ കിച്ചണാണ്. ഇതിൻ്റെ അപ്പുറത്ത് വർക്ക് ഏരിയ ഉണ്ട്. നമ്മൾ മെയിൻ കിച്ചണിലാണ് കുക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. കുക്ക് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. പാത്രമൊക്കെ വെക്കുന്നത് നമ്മുടെ എന്താണ് പറയുക, വർക്ക് ഏരിയയിൽ അവിടെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു മൊന്തയിലും ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം തന്നെ പിന്നെയും നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് എനിക്ക് കുറച്ച് തുണി നനയ്ക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലൊക്കെ മുക്കിയിടണം. എനിക്ക് വാഷിംഗ് മെഷീനിൽ ഇപ്പം ആദ്യമൊക്കെ എനിക്ക് മുന്നേയൊക്കെ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്ന ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പം ഇഷ്ടമല്ല. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒന്ന് മെസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇത് നമ്മുടെ വേസ്റ്റ് ഇടുന്ന ഒരു ചെറിയൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് വാഷ് ചെയ്ത് വെച്ചു. പിന്നെ അവിടേക്ക് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുണി നനയ്ക്കാൻ പോകുന്നുണ്ട്. ഞാൻ ബെഡ്ഷീറ്റ് 2 ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ 2 ബെഡ്ഷീറ്റ് ഉണ്ട്. അതൊന്ന് മെഷീനിലിടണം. അത് ഇങ്ങനെ അലക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് മെഷീനിലിടും. പിന്നെ ബാക്കി ചെറിയ തുണികളൊക്കെ, എൻ്റെ തുണി അതുപോലെ വാവയുടെ തുണി, അതൊക്കെ ഞാൻ ഇങ്ങനെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് കല്ലിലിട്ട് അലക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിപ്പോൾ നമ്മൾ ഇടുന്ന തുണികൾ കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകാനാണ് ഇഷ്ടം. മെഷീനിൽ ഇടുന്നത് എനിക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ തുണികളെല്ലാം അലക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് ലഞ്ചിൻ്റെ കാര്യം നോക്കട്ടെ. 12:30 മുന്നേ ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.